ഡോക്ടർ, നമ്മുടെ ഖത്തറിലെ ഫസ്റ്റ് ഒരു ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ്. അപ്പോൾ നമ്മളിവിടുത്തെ സ്പെഷ്യൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ തന്നെ ഖത്തറിലെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതേപോലെ തന്നെ ഞാൻ MOPH ലൈസൻസ്ഡ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ പഞ്ചകർമ്മങ്ങളും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പെയിൻ മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, പോസ്റ്റ് ഡെലിവറി കെയർ, ഹെയർ കെയർ, ഇങ്ങനെയുള്ള ഏരിയാസാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. GCC കൺട്രീസിലൊക്കെ ലീവ് ചെയ്യുന്നവർക്ക് ഡെലിവറി കഴിയുമ്പോഴുള്ള പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കതിന് മെഡിസിൻ പോലും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ എപ്തിസം ആയുർവേദ സെൻറ്ററിൽ വലിയൊരു ഫോക്കസിങ് ഏരിയ ആണ് ഈ പോസ്റ്റ് ഡെലിവറി കെയർ എന്ന് പറയുന്നത്. നമ്മളിവിടെ 5 days മുതൽ 21 days വരെയുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. പോസ്റ്റ് ഡെലിവറി കെയറിൽ കേരളത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഓയിലുകളും ഇവിടെ ലഭ്യമാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഖത്തറിൽ നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്നൊന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. പിന്നെ ഇങ്ങനെയുള്ള ഒരു കട്ടിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിനെ നമ്മൾ ദ്രോണി എന്നാണ് പറയുന്നത്. ഈ ദ്രോണിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത്. ഉഴിച്ചിലാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ധാരകളാണെങ്കിലും കഷായ ധാരകളാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ദ്രോണിയിലാണ്.